സ്വാഗതം. വെരി ഗുഡ് മോർണിംഗ്. ഹാവ് എ നൈസ് ഡേ. ഇന്ന് നമുക്ക് ലൈഫിലുണ്ടാവുന്ന ചില രണ്ട് കാര്യങ്ങൾ ഒരുമിച്ച് വരും. ചിലപ്പോൾ 2 ജോലി, ചിലപ്പോൾ 2 മാരേജ് പ്രപ്പോസൽ. ഏതെടുക്കണ്ടേ നമുക്ക് തീരുമാനം എടുക്കാൻ പറ്റാത്തൊരവസ്ഥ വരുമ്പോൾ നമുക്ക് ടാരയിലൂടെ ഗൈഡൻസ് എടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു 2 ചോയ്സ് അതാണ് ഇവിടെ നോക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ചോയ്സ് നൈറ്റ് ഓഫ് കപ്സ്, അതിൻ്റെ ഔട്ട്കം. രണ്ടാമത്തെ ചോയ്സ് കിങ് ഓഫ് പെൻറ്റക്കിൾസ്, അതിൻ്റെ ഔട്ട്കം. അപ്പോൾ നമുക്ക് ആദ്യത്തെ നോക്കാം. നൈറ്റ് ഓഫ് കപ്സ് ആണ്. നൈറ്റ് ഓഫ് കപ്സ് പറഞ്ഞു കഴിഞ്ഞാൽ കപ്സ് ഇമോഷൻ്റെ ഏതാണ്ട് ഹൈലി മെച്ചോർഡായിട്ടുള്ള ഒരാളാണ്. കൈൻഡായിട്ട് കമ്പാഷനേറ്റ് ആയിട്ടുള്ള ആളാണ്. ഇൻഡ്യൂട്ടീവാണ്. അയാൾ ജീവിതത്തിലെ വെല്ലുവിളികളെ സൗമ്യമായി കൈകാര്യം ചെയ്യാൻ കഴിവുള്ള ആളാണ്. അപ്പോൾ അതിൻ്റെ ഔട്ട്കം വന്നത് നൈറ്റ് ഓഫ് വാൺസ് ആണ്. 2 നൈറ്റാണ്. നൈറ്റ് എന്നുള്ളൊരു യോദ്ധാവിനെ സൂചിപ്പിക്കുന്നതാണ്. അപ്പോൾ ഇവിടെയും കുതിരപ്പുറത്ത് ഒരാൾ ഫാസ്റ്റായിട്ട് തൻ്റെ പാഷനെ ഫോളോ ചെയ്ത് ഹാർഡ് വർക്ക് ചെയ്ത് ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോണ ഒരാളാണ്. അയാൾക്ക് എടുത്തു ചാടി കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു പ്രവണതയുണ്ട്. അപ്പോൾ അതിനെ ഒന്ന് ശ്രദ്ധിക്കണമെന്നേ ഉള്ളൂ. പിന്നെ രണ്ടാമത്തെ ചോയ്സ് അത് കിങ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. കിങ് ഓഫ് പെൻറ്റക്കിൾസ് പറഞ്ഞാൽ സമൃദ്ധിയുടെയും സമ്പത്തിൻ്റെയും കാർഡാണ്. അപ്പോൾ അതൊരു പക്ഷേ ഒരു ബിസിനസ്സൊക്കെ ചെയ്യുന്ന ആയിരിക്കാം. അപ്പോൾ അവർക്ക് പണം കൈകാര്യം ചെയ്യാനും സൂക്ഷിക്കാനൊക്കെ കഴിവുള്ള ആളാണ്. പക്ഷേ അതിൻ്റെ ഔട്ട്കം എന്താണ്? 10 ഓഫ് വാൺസ് ആണ്. അമിതഭാരം, ഓവർ റെസ്പോൺസിബിലിറ്റി, ഓവർ ബർഡൻ, ഓവർ വർക്കിനെയൊക്കെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ തനിക്ക് താങ്ങാവുന്നതിലേറെ ഭാരം ചുമക്കുമ്പോൾ തളർച്ചയും ക്ഷീണവും ഉണ്ടാവുന്നു. അപ്പോൾ അതിൻ്റെ ബി എന്നുള്ളതിൻ്റെ അതിപ്പോൾ നമുക്ക് ബി എന്ന് പേരിടുകയാണെങ്കിൽ രണ്ടാമത്തെ ചോയ്സിന് ഔട്ട്കം വന്നേക്കണത് ഓവർ വർക്കും ഓവർ ബർഡനാണ്. അതിന് ബിവെയർ ഓഫ് ഓവർ വർക്ക് എന്നാണ് പറയാം. ഫസ്റ്റ് ചോയ്സ് നമുക്ക് എ എന്ന് പേരിടുകയാണെങ്കിൽ അതിൻ്റെ ഔട്ട്കം നൈറ്റ് ഓഫ് വാൺസ് ആണ്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ചോയ്സാണ് ബെറ്ററായിട്ട് തോന്നുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുകയാണെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക് യു.